Hi everyone, welcome to Easy Learning YouTube channel. I am Rajesh MP. Today I am going to take you to SSLC Social Science Part 1. It is a history chapter and it deals with struggle and freedom. This chapter is divided into two parts and today we are going to look into the first part of this chapter. Before going into the chapter, I would like to ask you to subscribe and share it if you have not yet subscribed. Please watch the video completely and leave your valuable comments on the comment box. So we can now move on to the first part of the chapter, that is struggle and freedom. The first important question that we can expect from this chapter is about the regional agitations in which Mahatma Gandhi participated after his arrival to India from South Africa. As we all know, Gandhiji started his agitation or his career in agitation in South Africa. After that, in 1917, he entered into the national movement by participating in the indigo farmers' protest at Champaran in Bihar in 1917. Thus, he started his social activities in India, intervening in the problems faced by the indigo farmers in Champaran. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ വച്ചിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യ സമര പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അനീതിക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. അദ്ദേഹം അവിടുത്തെ തന്റെ കരിയർ അവസാനിപ്പിച്ചുകൊണ്ട് ഭാരതത്തിലേക്ക് വരികയും 1917 ബീഹാറിലെ ചമ്പാരൻ എന്ന് പറയുന്ന സ്ഥലത്തെ ഇൻഡിഗോ കർഷകരുടെ പ്രതിഷേധങ്ങൾ നയിച്ചുകൊണ്ടാണ് ദേശീയ പ്രവർത്തനത്തിലേക്കുള്ള അദ്ദേഹത്തിന്റെ കരിയർ ആരംഭിച്ചത്. അങ്ങനെ ബീഹാറിലെ ചമ്പാരനിലുള്ള കർഷകർ നേരിട്ട പ്രതിഷേധങ്ങളിൽ അദ്ദേഹം ക്രിയാത്മകമായിട്ട് ഇടപെട്ടതായിട്ട് നമുക്ക് ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കും. Soon he could gain the trust and recognition of the common people of India. അദ്ദേഹം ഒരു സാധാരണ രീതിയിൽ ജീവിതം നയിച്ചുകൊണ്ട് വളരെ വേഗത്തിൽ തന്നെ സാധാരണ ജനങ്ങളുടെ വിശ്വാസവും അംഗീകാരവും നേടിയെടുത്തതായിട്ട് നമുക്ക് ഇതൊക്കെ പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. There were several reasons for this. The agitations he conducted in South Africa, his lifestyle as a common man, that is, his food habits, his clothing, his languages, the methods of struggle based on non-violence, etc., compelled the people to believe that Mahatma Gandhi is a savior who could solve all their problems. അതായത് അദ്ദേഹത്തെ വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് അന്നത്തെ ഇന്ത്യൻ ജനത സ്വീകരിക്കുകയും അംഗീകരിക്കുകയും നേതാവായിട്ട് കരുതുകയും ചെയ്തതിന്റെ പ്രധാന കാരണങ്ങളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. His first, the agitations he conducted in South Africa. അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിൽ നടത്തിയ പോരാട്ടങ്ങളെ കുറിച്ച് ജനങ്ങൾ അറിഞ്ഞപ്പോൾ അത് അവരിൽ മതിപ്പുണ്ടാക്കി. The life style as a common man. സാധാരണക്കാരനെ പോലുള്ള ജീവിത ശൈലി, ഭക്ഷണത്തിലും വസ്ത്രത്തിലും അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ഭാഷയിലുമൊക്കെ തികച്ചും സാധാരണത്വം നമുക്ക് ദർശിക്കാൻ സാധിക്കും. The methods of struggle based on non-violence. അഹിംസാവാദത്തിൽ ഊന്നിക്കൊണ്ടുള്ള പ്രതിഷേധ ശൈലി. ഇതെല്ലാം കൊണ്ട് എന്തുപറ്റി? ഗാന്ധിജിയെ ഒരു രക്ഷകനായിട്ട്, ഒരു സേവിയറായിട്ട് ജനങ്ങൾക്ക് കാണാനിടയായി. അവർ അദ്ദേഹത്തെ അവരുടെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നുള്ള പരിഹാരം തരുന്ന ഒരു ദൈവദൂതനായിട്ട് കാണുവാനും തുടങ്ങി. We can now study about in a crisp form about the important struggles of Mahatma Gandhi in the early part of his career. നേരത്തെ പറഞ്ഞതുപോലെ 1917 the struggle of the indigo farmers in Champaran in Bihar, അതായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യത്തെ ദേശീയ സ്വാതന്ത്ര്യ സമര പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹം നടത്തിയ ആദ്യത്തെ പോരാട്ടം അതായിരുന്നു. In 1918 in Gujarat he agitated or he actively participated and he led the strike of cotton mill workers in Ahmedabad. 1918 ഗുജറാത്തിലെ അഹമ്മദാബാദിൽ പരുത്തി തൊഴിലാളികളുടെ പോരാട്ടത്തിൽ അദ്ദേഹം ക്രിയാത്മകമായിട്ട് പങ്കെടുക്കുകയും അതിന്റെ നേതൃത്വം ഏറ്റെടുക്കുകയും ചെയ്തു. Then again in the same year, that is in 1918, he led the
peasant revolt in Kedah in Gujarat. ഗുജറാത്തിൽ തന്നെ അതേ വർഷം 1918 കർഷകരുടെ ഒരു കേദ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു പോരാട്ടത്തിലും സംഘർഷത്തിലും അദ്ദേഹം ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതുകയുണ്ടായി. Now we can see an image which is certainly in black and white, in which Gandhiji addressing the public as part of national movement or the part of independence struggle against the British. In Champaran, Gandhiji resorted to disobedience of the British rules and satyagraha, and his involvement compelled the authorities to pass laws in favor of the indigo farmers. നേരത്തെ പറഞ്ഞതിന്റെ തുടർച്ചയായിട്ട് പറയുകയാണ്, ബീഹാറിലെ ചമ്പാരനിൽ ഗാന്ധിജി ചെയ്ത ഒരു പ്രതിഷേധ അല്ലെങ്കിൽ ഒരു സ്വാതന്ത്ര്യ സമര ശൈലി എന്തായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹം ഡിസൊബീഡിയൻസ് ഓഫ് ദ ബ്രിട്ടീഷ് റൂൾസ്, ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ അവരുടേതായ നിയമസംഹിതയ്ക്കെതിരെ അതിനെ പ്രതിഷേധിക്കുകയായിരുന്നു, അതിനെ അനുസരിക്കാൻ വൈമുഖ്യം കാണിച്ചു. കൂടാതെ അദ്ദേഹം സത്യാഗ്രഹം എന്ന് പറയുന്ന ഒരു പ്രതിഷേധ ശൈലി ഭാരതീയർക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. അതിനോടൊപ്പം തന്നെ എന്താണ്, ഹിസ് ഇൻവോൾവ്മെന്റ് കമ്പൽഡ് ദ അതോറിറ്റീസ് ടു പാസ് ലോസ് ഇൻ ഫേവർ ഓഫ് ദ ഇൻഡിഗോ ഫാമേഴ്സ്. അദ്ദേഹത്തിന്റെ അഹിംസാവാദത്തിൽ അധിഷ്ഠിതമായ നിസ്സഹകരണ പ്രവർത്തന ശൈലികൾ കൊണ്ട്, സത്യാഗ്രഹ ശൈലികൾ കൊണ്ട് അദ്ദേഹം ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ അദ്ദേഹം വിചാരിക്കുന്ന ശൈലിയിലേക്ക് വിധേയപ്പെടുത്തുകയും അങ്ങനെ അവർ ചില നിയമങ്ങൾ ഇൻഡിഗോ ഫാർമേഴ്സിന്, ഇൻഡിഗോ കർഷകരെ അനുകൂലമായിട്ട് ചില നിയമങ്ങൾ പാസാക്കുന്നതിന് നിർബന്ധിതരാക്കുകയും ചെയ്തു. ഗാന്ധിജി സ്റ്റാർട്ടഡ് സെവറൽ സ്കൂൾസ്, ഇനീഷ്യേറ്റഡ് മെനി മെഡിക്കൽ സർവീസസ് ആൻഡ് ഇൻവോൾവ് മെനി ക്ലീനിങ്. അതായത് അദ്ദേഹം പലവിധ സ്കൂളുകൾ തുടങ്ങുകയും പലവിധ ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും അതുപോലെ തന്നെ ആതുര സേവന രംഗത്തിൽ ക്രിയാത്മകമായിട്ടുള്ള ഒരു പങ്ക് വഹിക്കുകയും ചെയ്തു. The cotton mill workers in Ahmedabad started their strike in 1918 when they were denied plague bonus. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ, ഇതിനു മുമ്പുള്ള സ്ലൈഡിൽ കണ്ടതുപോലെ 1918 അഹമ്മദാബാദിലെ പരുത്തി ഫാക്ടറിയിലെ തൊഴിലാളികളുടെ പ്രതിഷേധത്തിൽ, അവരുടെ പ്രതിഷേധം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പ്ലേഗ് പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ അവരുടെ തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുകയും പലവിധ ക്ലേശങ്ങളിൽ പെട്ടുകയും ചെയ്തു. അതിന് ബോണസ് ആവശ്യപ്പെട്ടപ്പോൾ അതിന്റെ നേതൃത്വം യഥാർത്ഥത്തിൽ മഹാത്മാഗാന്ധി ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. He got involved in the strike and adopted the same method of protest that he used in Champaran. നേരത്തെ പറഞ്ഞതുപോലെ സത്യാഗ്രഹത്തിൽ അധിഷ്ഠിതമായ, നിസ്സഹകരണ പ്രവർത്തനത്തിൽ അധിഷ്ഠിതമായ, അഹിംസയിൽ അധിഷ്ഠിതമായ ഒരു പ്രതിഷേധ ശൈലി ചമ്പാരനിൽ വിജയിച്ചത് നമ്മൾ കണ്ടു. അതേ ശൈലി അദ്ദേഹം ഈ അഹമ്മദാബാദിലെ 1918 പരുത്തി തൊഴിലാളികളുടെ പ്രതിഷേധത്തിലെ പ്ലേഗ് ബോണസിലും അദ്ദേഹം പങ്കുവയ്ക്കുകയും വിജയിക്കുകയും ചെയ്തു. Following his satyagraha, the authorities agreed to hike the wages of the employees and the strike came to an end. നേരത്തെ പറഞ്ഞതുപോലെ സത്യാഗ്രഹം വിജയിച്ചപ്പോൾ ആ വിജയത്തിന്റെ പരിണതഫലം എന്തായിരുന്നു? ബ്രിട്ടീഷ് ഭരണാധികാരികൾ തൊഴിലാളികളുടെ വേതനം ഉയർത്തുവാനും അങ്ങനെ വേതനം ഉയർത്തിയത് കൊണ്ട് തന്നെ വിജയശ്രീലാളിതനായിട്ട് ഈ സമരം പിൻവലിക്കുകയും ചെയ്തതായിട്ട് നമുക്ക് കാണാം. Due to drought and crop failure, farmers in Kedah were living in utter misery. മൂന്നാമത് നമ്മൾ പറഞ്ഞ ഗുജറാത്തിലെ കേദയിലെ കർഷകരുടെ പ്രതിഷേധത്തെ കുറിച്ചാണ് പറയുന്നത്. അവിടെ കടുത്ത വരൾച്ച ഉണ്ടായപ്പോൾ സ്വാഭാവികമായിട്ടും കൃഷിനാശം ഉണ്ടായി. അങ്ങനെ അവിടുത്തെ കർഷകർ കൊടിയ പട്ടിണിയിലും ദാരിദ്ര്യത്തിലും പെട്ട് ഉഴരുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിച്ചു. അങ്ങനെ വരുമ്പോൾ the rulers decided to collect tax from these poor villages. ബ്രിട്ടീഷ് അധികാരികൾ യാതൊരുവിധ മാനുഷിക പരിഗണനയും കൊടുക്കാതെ അവർ ശക്തമായ ശൈലിയിൽ തന്നെ ഇവരിൽ നിന്ന് നികുതി, ഈ കർഷകരിൽ നിന്ന്, കൊടിയ പട്ടിണിയിലും ദാരിദ്ര്യത്തിലും പെട്ട കർഷകരിൽ നിന്ന് അവര് ഇത്തരത്തിലുള്ള നികുതി വാങ്ങുന്നതായിട്ട് നമ്മൾ കാണാൻ സാധിച്ചു. He started Satyagraha in 1918 and protested against the decision. ഗാന്ധിജി ഇതിനെ ശക്തമായിട്ട് എതിർത്തായിട്ട് കാണാം. He advised the people not to pay the tax. Consequently, the authorities were forced to reduce tax rates. His early struggles based on Satyagraha and Ahimsa made Gandhiji a popular leader. അതായത് ഗാന്ധിജി ഈ സത്യാഗ്രഹത്തിന്റെ നേതൃത്വം ഏറ്റെടുത്തു. അദ്ദേഹം ജനങ്ങളോട് ബ്രിട്ടീഷുകാർ ആവശ്യപ്പെട്ട പ്രകാരമുള്ള നികുതി കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് വ്യക്തമായ നിർദ്ദേശം കൊടുക്കുകയും നേരത്തെയൊക്കെ സംഭവിച്ചതുപോലെ ഗാന്ധിജിയുടെ നേതൃത്വത്തിലുള്ള ജനങ്ങളുടെയും പ്രതിഷേധങ്ങളെ ചെറുക്കാനാകാതെ
ബ്രിട്ടീഷ് അധികാരികൾ അവരുടെ ടാക്സിന്റെ നിരക്ക്, നികുതി നിരക്ക് താഴ്ത്തുകയും കുറവ് വരുത്തുകയും ചെയ്തതായിട്ട് കാണാൻ സാധിക്കും. His early struggles based on സത്യാഗ്രഹ ആൻഡ് അഹിംസ made ഗാന്ധിജി എ പോപ്പുലർ ലീഡർ. അങ്ങനെ ഗാന്ധിജിയുടെ പ്രശസ്തിയും അംഗീകാരവും 10 മടങ്ങ് വർദ്ധിക്കുന്നതായിട്ട് കണ്ടു. കാരണം അദ്ദേഹം ഈ നേതൃത്വം വഹിച്ച സത്യാഗ്രഹങ്ങളെല്ലാം, പ്രതിഷേധങ്ങളെല്ലാം വലിയ രീതിയിൽ വിജയിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. The struggles he took up popularized his ideologies and method of protest. അദ്ദേഹം നൂതനമായ ഒരു ആശയ സംഹിതയും പ്രതിഷേധ ശൈലിയുമാണ് അദ്ദേഹം ഈ എല്ലാ പ്രതിഷേധ സമരമുഖങ്ങളിലും അദ്ദേഹം സ്വീകരിച്ചത്. ഇത് വളരെയധികം അദ്ദേഹത്തിന്റെ ആശയങ്ങൾക്ക് പ്രശസ്തിയും അംഗീകാരവും നേടിക്കൊടുത്തു. Till his entry into the political scenario, national movement was confined to the educated section of the society. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ അരങ്ങേറ്റം അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമര അരങ്ങേറ്റം നടത്തുന്നത് വരെയും ഇന്ത്യൻ ദേശീയത യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസം നേടിയ ഒരു ചെറിയ ജനവിഭാഗത്തിൽപ്പെട്ട ഇന്ത്യക്കാരുടേത് മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കുകയായിരുന്നു. എന്നാൽ ഇത് ഗാന്ധിജിയുടെ രംഗപ്രവേശത്തോടെ വളരെയധികം ജനകീയമായി. His methods of protest attracted the layman to the movement. അതാണ് സാധാരണ ജനങ്ങളെ അദ്ദേഹത്തിന്റെ പ്രതിഷേധ ശൈലികൾ ആകർഷിക്കുകയും ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട്, പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് സാധാരണ ജനങ്ങൾ വളരെയധികം മുന്നേറുകയും ചെയ്തതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. The city centric national movement spread to rural areas. നേരത്തെ ഇന്ത്യയിലെ പ്രമുഖമായ നഗരങ്ങൾ കൽക്കട്ട, ഇന്നത്തെ കൊൽക്കത്ത, അന്നത്തെ കൽക്കട്ട, ബോംബെ എന്ന ഇന്നത്തെ മുംബൈ പോലുള്ള പ്രധാന ചില സ്ഥലങ്ങളിൽ മാത്രം ഒതുങ്ങിയിരുന്ന ദേശീയ പ്രവർത്തനങ്ങൾ, ദേശീയ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ ഗ്രാമങ്ങളിലേക്ക് പോകുന്നതായിട്ട് നമ്മൾ കാണുകയാണ്. ഗാന്ധിജി became a national leader acceptable to all strata of the society. അപ്പൊ ഇതിന്റെയൊക്കെ വ്യക്തമായ ഗാന്ധിജി സമൂഹത്തിന്റെ നാനാ തുറയിൽപ്പെട്ട ജനങ്ങൾക്കിടയിലും സ്വീകാര്യൻ ആവുകയും വളരെയധികം മാനിക്കപ്പെടുകയും ചെയ്തു. Now we can move on to the second question of this video of this chapter, that is about the Jallianwala Bagh massacre. Write a short note on Jallianwala Bagh massacre can be considered as an important question from exam point of view. അപ്പോൾ ജാലിയൻവാല ബാഗ് കൂട്ടക്കുരുതിയെ കുറിച്ചാണ് പറയുന്നത്. ഗാന്ധിജി made his entry to Indian national movement by protesting against the Rowlatt Act. റൗലത്ത് ആക്ട് എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷുകാരുടെ ഒരു നയത്തിന് എതിർത്തുകൊണ്ടായിരുന്നു അദ്ദേഹം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങളിലേക്ക് വളരെ വ്യക്തമായിട്ടുള്ള കാല ഉറപ്പിച്ചത്. അതെന്താണെന്ന് നമ്മൾ പഠിക്കാം. In the pretext of preventing extremist activities, the British Parliament passed the Rowlatt Act in 1919, limiting the civil rights. 1919 ബ്രിട്ടീഷ് പാർലമെന്റ് പാസ്സാക്കിയ ഒരു ആക്ട് ആണ് റൗലത്ത് ആക്ട്. അതിന്റെ ഉദ്ദേശം എന്തായിരുന്നു? ഇന്ത്യൻ ജനങ്ങളുടെ മൗലികമായ അവകാശങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട്, അതിനവർ പറഞ്ഞിരുന്നത് ഇന്ത്യയിൽ തീവ്രവാദം വളരുന്നു, അതിനെ ചെറുക്കാൻ എന്നുള്ള ഒരു പേരിലാണ് ഇന്ത്യയിലെ ജനങ്ങളുടെ ധാർമ്മികവും മൗലികവുമായ അവകാശങ്ങളെ നിയന്ത്രിക്കാൻ ബ്രിട്ടീഷ് പാർലമെന്റ് ശ്രമിച്ചത്. അതായിരുന്നു റൗലത്ത് ആക്ട്. As per this act, any person could be arrested and imprisoned without trial. ആ റൗലത്ത് ആക്ട് ജനങ്ങളെ എത്ര പ്രകാരം ബാധിച്ചു എന്നാണ് പറയുന്നത്. അതായത് എനി പേഴ്സൺ കുഡ് ബി അറസ്റ്റഡ്, ഏതൊരു വ്യക്തിയും ഈ നിയമപ്രകാരം ബ്രിട്ടീഷ് അധികാരികൾക്ക് അറസ്റ്റ് ചെയ്യുവാനും ആൻഡ് ഇംപ്രിസൺഡ് വിത്തൗട്ട് ട്രയൽ, അവരെ തടവിൽ പാർപ്പിക്കുവാനും വിചാരണ ചെയ്യാതെ തടവിൽ പാർപ്പിക്കുവാനുമുള്ള അധികാരം ബ്രിട്ടീഷ് അധികാരികൾക്ക് ബ്രിട്ടീഷ് പാർലമെന്റ് കൊടുത്തതാണ് റൗലത്ത് ആക്ടിലൂടെ ചെയ്തത്. People gathered at Jallianwala Bagh in Amritsar on 13th of April 1919 to protest against the arrest of Saifuddin Kichlu and Satyapal, who led the anti-Rowlatt Act in Punjab. ഈ പറഞ്ഞ റൗലത്ത് ആക്ടിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് 1919 ഏപ്രിൽ 13 പഞ്ചാബിലെ അമൃത്സറിൽ ജാലിയൻവാല ബാഗ് എന്ന് പറയുന്ന സ്ഥലത്ത് 100 കണക്കിന് ജനങ്ങൾ ഒത്തുകൂടുകയുണ്ടായി. അവരുടെ നേതൃത്വം വഹിച്ചത് സൈഫുദ്ദീൻ കിച്ലു, സത്യപാൽ എന്നിങ്ങനെയുള്ള 2 നേതാക്കളായിരുന്നു. Accusing that the protesters violated his instructions, the army chief General Dyer ordered to shoot without warning. ഈ ജനങ്ങൾ പോലീസിന്റെ അധികാരികളുടെ നിർദ്ദേശങ്ങൾ അവഗണിച്ചു എന്നുള്ള ഒരു ആരോപണം അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു കാരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ബ്രിട്ടീഷ് ആർമിയുടെ തലവനായിരുന്ന ജനറൽ ഡയർ ഈ നിരായുധരായ ഈ പാവപ്പെട്ട 100 കണക്കിന് ജനങ്ങൾക്കെതിരെ
മനുഷ്യത്വരഹിതമായിട്ട് വെടിവെക്കുവാൻ ഉത്തരവിടുകയാണ് ചെയ്തത്. ആസ് എ റിസൾട്ട്, the innocent armless people were trapped as the ground was surrounded by buildings and the only entrance was blocked by the armed British soldiers. ഇതിന്റെ പരിണതഫലം എന്ന് വെച്ചാൽ നിഷ്കളങ്കരായ നിരായുധരായ നൂറുകണക്കിന് ജനങ്ങൾ ആ ഗ്രൗണ്ടിൽ അകപ്പെട്ടു പോയി. കാരണം എന്താണ്? അതിലേക്ക് ഒരു പ്രവേശന കവാടമേ ഉണ്ടായിരുന്നുള്ളൂ ആ ഗ്രൗണ്ടിലേക്ക്. അവിടെ തോക്കു ചൂണ്ടിയ ആയുധധാരികളെ ബ്രിട്ടീഷ് പടയാളികൾ ആ എൻട്രൻസ് ബ്ലോക്ക് ചെയ്യുകയും പ്രവേശന കവാടം തടയുകയും ആ ഗ്രൗണ്ട് കെട്ടിടങ്ങളാൽ ചുറ്റപ്പെടുകയും ചെയ്തപ്പോൾ അതിൽ പ്രതിഷേധിക്കാൻ വന്ന ജനങ്ങൾ പൂർണ്ണമായിട്ട് അകപ്പെട്ടു പോയ ഒരു സാഹചര്യമാണ് ഉണ്ടായത്. As per the British records, the shooting of 10 minutes killed 379 protesters. In fact, the death toll was actually double this. ബ്രിട്ടീഷുകാരുടെ രേഖകൾ പ്രകാരം നമ്മൾ നോക്കുമ്പോൾ ഇത്തരത്തിൽ 10 മിനിറ്റോളം നീണ്ടുനിന്ന വെടിവയ്പിൽ 379 പ്രതിഷേധക്കാർ മാത്രമാണ് കൊല്ലപ്പെട്ടത് എന്നാണ് രേഖകൾ പരിശോധിക്കുമ്പോൾ നമുക്കറിയാൻ കഴിയുന്നത്. പക്ഷേ കണക്കുകളിൽ ചില വ്യത്യാസങ്ങൾ കുറവ് അവർ വരുത്തിയതാണെന്നും യഥാർത്ഥത്തിൽ അതിന്റെ ഇരട്ടിയോളം പേർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നുമാണ് വിശ്വസിക്കപ്പെടുന്നത്. The massacre at Jallianwala Bagh intensified the protest at the national level. ഇത് ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ടു. ഈ കൂട്ടക്കുരുതി ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഇന്ത്യയിലെമ്പാടും നയിച്ചിരുന്ന പ്രതിഷേധങ്ങളെ ആളിക്കത്തിക്കുകയാണ് ഉണ്ടായത്. If the Battle of Plassey laid the foundation for the British rule, Jallianwala Bagh shook the foundation. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ 1757 പ്ലാസി യുദ്ധം വഴിയാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ അവരുടെ സാമ്രാജ്യത്വത്തിന്റെ വിത്ത് വിതച്ചത് അല്ലെങ്കിൽ അതിന്റെ ഫൗണ്ടേഷൻ സ്ഥാപിച്ചത് എങ്കിൽ ജാലിയൻവാല ബാഗ് ആ അടിത്തറയെ ഇളക്കിയ ഒരു സംഭവമായിട്ട് മാറി എന്നുള്ളത് ചരിത്രം സാക്ഷ്യപ്പെടുത്തുകയാണ്. ഇറ്റ്സ് റിയലി എ മൂവിംഗ് ട്രാജിക് സീൻ അറ്റ് ദ ജാലിയൻവാല ബാഗ് മാസക്കർ. ഈ പറഞ്ഞ ആ ദുരന്തത്തിന്റെ ഒരു നേർക്കാഴ്ചയാണ് ഈ പറയുന്ന വീഡിയോയിലെ ഈ ഇമേജിലൂടെ ഈ സ്ലൈഡിലൂടെ നമ്മൾ കാണുന്നത്. Now we can move on to the non-cooperation and the Khilafat movements. It's also a very important question from exam point of view. Explain the circumstances that led Gandhiji to support the Khilafat movement. Khilafat movement എന്താണ്? ഏത് സാഹചര്യത്തിലാണ് ഗാന്ധിജി ഇതിനെ അനുകൂലിച്ചത്? The first national level struggle by the INC or Indian National Congress under the leadership of Mahatma Gandhi was the non-cooperation movement. അതായത് നിസ്സഹകരണ പ്രസ്ഥാനമായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഗാന്ധിജിയുടെ നേതൃത്വത്തിലുള്ള ആദ്യത്തെ ശ്രദ്ധേയമായ സ്വാതന്ത്ര്യ സമര പോരാട്ടം. The most important circumstances that led to non-cooperation policy adopted by Mahatma Gandhi are as follows. ഈ നിസ്സഹകരണ പ്രസ്ഥാനത്തിലേക്ക് ഗാന്ധിജിയെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയൊക്കെ നയിച്ച ചില സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. അതിന്റെ പ്രധാനപ്പെട്ടവയെ കുറിച്ചാണ് നമ്മൾ അടുത്ത സ്ലൈഡിൽ പഠിക്കാൻ പോകുന്നത്. Farmers in Oudh refused to pay taxes. ഒന്നാമത്തെ കാര്യം, ഔദ് എന്ന് പറഞ്ഞ ആ നാട്ടുരാജ്യത്തിലെ കർഷകർ ബ്രിട്ടീഷുകാർ ആവശ്യപ്പെട്ട നികുതി കൊടുക്കാൻ തയ്യാറായില്ല. The tribal groups in North Andhra, the forest and collected the forest products violating the forest law. അതായത് ആന്ധ്രയിലുള്ള ഇന്നത്തെ ആന്ധ്രാപ്രദേശിലെ വടക്കൻ ഭാഗത്തുള്ള ചില ഗോത്രവർഗങ്ങൾ അവര് എന്ത് ചെയ്യാൻ തുടങ്ങി? വനത്തിൽ നിന്ന് കിട്ടുന്ന ഉൽപ്പന്നങ്ങൾ സംഭരിക്കുവാൻ തുടങ്ങി. ഇത് ബ്രിട്ടീഷുകാർ അവരുടെ നിയമപ്രകാരം തടഞ്ഞിരുന്ന ഒന്നാണ്. ഇത് രണ്ടാമത്തെ റീസൺ ആണ്. ഫാർമേഴ്സ് ഇൻ UP refused to carry the luggage of colonial officials. അപ്പൊ നേരത്തെ ഔദിലെ കാര്യം പറഞ്ഞു, ആന്ധ്രയിലെ കാര്യം പറഞ്ഞു, അടുത്ത UPയിലെ സാഹചര്യം പറയുകയാണ്. അവിടെ എന്താണ് സംഭവിച്ചത്? അവിടുത്തെ കർഷകർ ബ്രിട്ടീഷ് അധികാരികളുടെ കൊളോണിയൽ മാസ്റ്റേഴ്സിന്റെ ബാഗേജുകൾ അടിമകളെ പോലെ ചുമക്കുന്നത് എതിർക്കുകയും അതിന് തയ്യാറാകാതിരിക്കുകയും ചെയ്തു. വർക്കേഴ്സ് സ്ട്രൈക്ക് വർക്ക്. തൊഴിലാളികൾ എന്ത് ചെയ്തു? അവര് തൊഴിൽ ചെയ്യുന്നതിൽ നിന്ന് പിൻവാങ്ങുകയും അവർ സമരമുഖത്തിലേക്ക് ഇറങ്ങുകയും ചെയ്തു. ലോയേഴ്സ് ബോയ്കോട്ടഡ് കോർട്സ്. നിയമപാലകർ, വക്കീലന്മാർ അവർ കോടതിയിൽ പോകുന്നതും അതുപോലെ തന്നെ കോടതിയിൽ ബഹിഷ്കരിക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. The students quitted colleges and schools run by the British. സ്റ്റുഡൻസും അവരുടെ പങ്ക് വഹിച്ചു. വിദ്യാർത്ഥികൾ അവർ ബ്രിട്ടീഷുകാർ നടത്തിയിരുന്ന സ്കൂൾ കോളേജുകളിൽ നിന്ന് പുറത്തിറങ്ങി
പഠനം ഉപേക്ഷിച്ചുകൊണ്ട് സമരമുഖത്തിലേക്ക് ഇറങ്ങിയതായിട്ട് കാണാം. The public including women burned foreign clothes on the streets. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള പൊതുജനങ്ങൾ ബ്രിട്ടീഷുകാർ ഉൾപ്പെട്ട വിദേശ വസ്ത്രങ്ങളെ പരസ്യമായിട്ട് തെരുവുകളിലിട്ട് കത്തിച്ചതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഗാന്ധിജി motivated the people to participate in constructive programs. ഈ പ്രതിഷേധങ്ങളോടൊപ്പം തന്നെ സൃഷ്ടിപരമായ ക്രിയാത്മക കാര്യങ്ങളിൽ പങ്കെടുക്കുവാൻ ജനങ്ങളെ ഗാന്ധിജി ഉദ്ഘോഷിച്ചുകൊണ്ടേയിരുന്നു, പ്രചോദനമേകിക്കൊണ്ടേയിരുന്നു. Inspired by this, people began to make indigenous products, spin khadi cloth using charkha, establish national schools and popularize Hindi. ഹിന്ദിയെ ദേശീയ ഭാഷ എന്നുള്ള രീതിയിൽ, എല്ലാവർക്കും ഒന്നിക്കാനുള്ള ഒരു ഭാഷ എന്നുള്ള രീതിയിൽ എന്ത് ചെയ്തു? പ്രോത്സാഹിപ്പിച്ചു. ചർക്ക ഉപേക്ഷിച്ച് ഖദർ വസ്ത്രങ്ങൾ നെയ്യുന്നതിനായി ഗാന്ധിജി ആളുകളെ പ്രചോദനം നൽകി, ഉദ്ഘോഷിച്ചു. ഭാരതത്തിൽ തനതായിട്ട് നിർമ്മിക്കുന്ന, ഉൽപ്പാദിപ്പിക്കുന്ന പ്രോഡക്ട്സ് വിദേശ പ്രോഡക്ട്സിന് പകരമായി ഉപയോഗിക്കാൻ നിർദ്ദേശിച്ചു. കൂടാതെ ബ്രിട്ടീഷ് അല്ലെങ്കിൽ ഫോറിൻ സ്കൂൾസിന്റെ സ്ഥാനത്ത് നമ്മുടേതായ തനതായ സംസ്കാരവും ഭാഷയും പഠിപ്പിക്കുന്ന സ്കൂളുകൾ ആരംഭിക്കുവാനും ഉള്ള നടപടികൾക്കായിട്ട് പ്രചോദനം കൊടുത്തു. അതിന്റെ ഫലമായിട്ട് കാശി വിദ്യാപീഠ്, ഗുജറാത്ത് വിദ്യാപീഠ്, ജാമിയ മിലിയ എക്സെട്ര ആർ some of the national education institutions started during this time. ഈ പറഞ്ഞ ദേശീയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇന്നും ഇത് ജാമിയ മിലിയ ഇസ്ലാമിയ യൂണിവേഴ്സിറ്റിയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതെല്ലാം അപ്രകാരം ആരംഭിക്കപ്പെട്ടതാണ്. Students who boycotted English education were attracted to national educational institutions. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വിദ്യാർത്ഥികൾ ബ്രിട്ടീഷ് സ്കൂൾസും കോളേജസും ബ്രിട്ടീഷ് വിദ്യാഭ്യാസവും ബഹിഷ്കരിച്ചുകൊണ്ട് ദേശീയതയിൽ പങ്കെടുത്തു. പക്ഷേ അവർ വിദ്യാഭ്യാസത്തെ അല്ല എതിർത്തത്, ബ്രിട്ടീഷ് വിദ്യാഭ്യാസ സമ്പ്രദായത്തെയാണ്. പകരം ഇത്തരത്തിലുള്ള ദേശീയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ചേരുകയും പഠനം തുടരുകയും ദേശീയ പ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്തതായിട്ട് കാണുവാൻ സാധിക്കും. During the same period, Maulana Muhammad Ali and Maulana Shaukat Ali intensified the activities of Khilafat movement. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞതുപോലെ നോൺ കോഓപ്പറേഷൻ മൂവ്മെന്റ്, നിസ്സഹകരണ പ്രസ്ഥാനവും ഖിലാഫത്ത് മൂവ്മെന്റും ഒരേ സമയം കൈകോർത്തു പോവുകയായിരുന്നു, ദേശീയതയുടെ മുഖത്ത് കൈകോർത്തു പോവുകയായിരുന്നു. നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അതിന്റെ രണ്ടാം ഭാഗമായ ഖിലാഫത്തിനെ കുറിച്ചാണ് പറയുന്നത്. മൗലാന മുഹമ്മദ് അലിയും മൗലാന ഷൗക്കത്ത് അലിയുമായിരുന്നു ഖിലാഫത്ത് മൂവ്മെന്റിന്റെ നേതൃത്വം വഹിച്ചിരുന്നത്. അവര് അതിനെ ശക്തിപ്പെടുത്താൻ വേണ്ട നടപടികൾ കൈക്കൊണ്ടു. By declaring Khilafat movement as a part of Indian national movement, Gandhiji ensured active participation of Muslims in the freedom struggle. ഖിലാഫത്ത് മൂവ്മെന്റ് പ്രധാനമായിട്ട് ഇസ്ലാം മത വിശ്വാസികളാണ്, അല്ലെങ്കിൽ ഇസ്ലാം മതത്തിൽപ്പെട്ടവരായിരുന്നു അതിൽ വളരെ ക്രിയാത്മകമായിട്ട് പങ്കെടുത്തിരുന്നത്. ഗാന്ധിജി എന്ത് ചെയ്തു? അവരുടേതായ പങ്കാളിത്തവും കൂടി ഉറപ്പുവരുത്തി. അങ്ങനെ ഖിലാഫത്ത് മൂവ്മെന്റ് എന്ന് പറയുന്ന ദേശീയ പ്രവർത്തനം, ദേശീയ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനം തന്നെയാണെന്ന് ഗാന്ധിജി ആവർത്തിച്ച് ഉറപ്പുവരുത്തുകയും ഉദ്ഘോഷിക്കുകയും ചെയ്തു. ഖിലാഫത്ത് ലീഡേഴ്സ് പ്രൊപ്പഗേറ്റഡ് ഹിസ് ഐഡിയോളജീസ്. അപ്പോൾ പകരമായിട്ട് ഖിലാഫത്ത് ലീഡേഴ്സും അവരുടെ നേതാക്കളും ഗാന്ധിജിയുടെ ആശയങ്ങളെ ഉയർത്തി കാണിക്കുവാനും അതിനെ പ്രചരിപ്പിക്കുവാനും വേണ്ട നടപടികൾ കൈക്കൊണ്ടു. ആന്റി ബ്രിട്ടീഷ് ഫീലിംഗ് സ്പ്രെഡ് ടു ദ നൂക്ക് ആൻഡ് കോർണർ ഓഫ് ദ നേഷൻ. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് ബ്രിട്ടനെതിരെയുള്ള ആന്റി ബ്രിട്ടീഷ് ഫീലിംഗ്, ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള വികാരം ഇന്ത്യയുടെ മുക്കിനും മൂലയിലും സകല ഭാഗങ്ങളിലേക്കും പ്രചരിക്കപ്പെട്ടു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ കാണുന്നത്. Thus, Hindu-Muslim unity was intensified. ജാതിയുടെയും മതത്തിന്റെയുമായ വേർതിരിവുകൾ ദേശീയ മേഖലയിൽ നിന്ന്, അല്ലെ ദേശീയതയിലെ വളർച്ചയ്ക്ക് തടസ്സമായി നിന്നിരുന്നത് മാറുകയും ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഏകോദര സഹോദരങ്ങളെ പോലെ പ്രവർത്തിക്കുകയും ചെയ്യുന്നത് ഈ ദേശീയ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനത്തിൽ ഇപ്രകാരം നമുക്ക് കാണുവാൻ സാധിക്കും. Thus, we have come to the conclusion of the first part of this video, of this chapter. We can see in this slide the images of Ali brothers, Muhammad Ali and Shaukat Ali. Thank you all for watching this video. Please subscribe and share it.